വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമ്മമാർക്ക്, അതായത് ഫീഡിങ് മോംസിന് അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ പോകുന്നവർക്ക് ഒരു പ്രഗ്നൻസി ടൈമൊക്കെ ആയിട്ട് കടന്നു പോകുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഞാനിവിടെ ഒരു സാധനം, ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് കുഞ്ഞുങ്ങൾ പാല് ആവശ്യപ്പെടുന്ന സമയം. അത് എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവരെ ഫീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആണ് ചില സമയത്തെങ്കിലും. കാരണം ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പേസിലായിരിക്കും. ആ ഒരു സ്പേസിൽ വെച്ച് നമുക്ക് അവരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഫീഡ് ചെയ്യാൻ എപ്പോഴും ഒരു ഫീഡിങ് റൂം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യമോ അല്ലെങ്കിൽ ചുറ്റുപാടോ ഒന്നും ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ഇനി അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിൻ്റെ ഒക്കെ അമ്മമാർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാണാം. അപ്പം സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. ഇതൊരു ക്ലോത്താണ്. ആക്ച്വലി നമുക്കിതിനൊരു ഷോളാക്കാം. അതുപോലെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ബേബീസിൻ്റെ കംഫർട്ട് നോക്കി തന്നെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഇത് കണ്ടോ, നല്ല നീളത്തിലുള്ള ഇത് നമുക്ക് നമ്മുടെ ഡ്രസ്സിനൊക്കെ ചേരുന്ന കളറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കളേഴ്സിൽ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഒരു അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ബനിയൻ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഒട്ടും ചൂടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഈവൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഷോൾ യൂസ് ചെയ്യല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഷോൾ പോലെ നമുക്കിങ്ങനെ ഇടാം. അതേസമയം ഈ സാധനം ഇങ്ങനെ ഷോൾ പോലെ ഇടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ്ങിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു അറ്റം കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ട് അറ്റം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കൊളുത്ത് പോലെ ഉണ്ട്. ഈ ഒരു കൊളുത്ത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 2-3 കൊളുത്തുകളുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് നല്ല നൈസായിട്ട്, ഇപ്പോൾ കുഞ്ഞ് എവിടെ വെച്ച് നമ്മളോട് ഒരു ഫീഡിങ്ങിൻ്റെ ഒരു ആവശ്യം നമുക്ക് വന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം. അതേസമയം ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ഇതിങ്ങനെ വലിഞ്ഞായിരിക്കും നിൽക്കുന്നത്. സോ നമുക്കിങ്ങനെ കൊച്ചിൻ്റെ ഫീസും കാണാൻ പറ്റും. കൊച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്ന് പാല് നമുക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഈ ഒരു ഷോളിന് ഫീഡിങ് ഷോളിന് അടിച്ചു കൊടുത്താൽ ഓൺലൈനായിട്ട് നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐറ്റം അതേസമയം നമ്മളതുപോലെ ഇത് കണ്ടോ, നമ്മളിപ്പം ചില അമ്മമാർ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ അടിയിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവൻ ഫീഡിങ് സിബ് ഒന്നും ഇല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഷോളിൻ്റെ നമ്മളിങ്ങനെ കൊളുത്ത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ സാധിക്കും. സോ ഏത് പബ്ലിക് പ്ലേസസിൽ വേണേലും നമുക്കിരുന്ന് നല്ല ഒരു കുഴപ്പമില്ലാണ്ട് കംഫർട്ടബിൾ ആയിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാം. സോ ഒരു ഫീഡിംഗ് റൂം അന്വേഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, നല്ല അടിപൊളി കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അമ്മമാർക്ക് ഫീഡിങ്ങിന് ഏറ്റവും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഫീഡിങ് ക്ലോത്ത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഫീഡിങ് ഷോളിന് അടിച്ചാൽ മതി. ഈ ഒരു ഷോളിന് റേറ്റ് വരുന്നത് ഒരു 250-200 എബവ് ആയിട്ടുള്ള റേഞ്ചിൽ, പല റേഞ്ചിൽ കോംബോ ആയിട്ടൊക്കെ ഉണ്ട്. സോ ഇനി അമ്മമാരാരും ഈ ഒരു കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. എൻ്റെ പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എനിക്കിത് ഈ ഒരു ഐറ്റം വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞങ്ങൾ ചില സമയത്തൊക്കെ 2 വീലറിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം ലോങ് എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞ് കിടന്ന് കരയുന്ന സമയത്ത് ഒരു അത്യാവശ്യ സാഹചര്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഫീഡിങ് ഷോൾ യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് എവിടെയാണല്ലോ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു എവിടെ ചെന്നാലും നമുക്കൊരു സ്ഥലം നോക്കി നടക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർക്ക് മനസ്സിലാവും അത്രയും കംഫർട്ടബിൾ ആണ്. നമുക്ക് അത്രയും ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണേലും ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളും ഓക്കെ ആയിരിക്കും. അവന്മാർക്കൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടർക്കി പോലെ തോന്നത്തുള്ളൂ. സോ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.